ഞാൻ ഇനി എൻ്റെ അടുത്ത് കുറച്ച് ദിവസം കൂടിയല്ലേ ആ ചേച്ചിന്റെ അടുത്ത് തീർത്തിട്ട് പോ. അല്ല ചേച്ചി, ഒരു 3-4 ദിവസത്തെ പണി ചേച്ചിന്റെ അടുത്ത് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് മുങ്ങിയതാ, ചേച്ചിയെ വിളിച്ചേരം. തീർക്കാണ്ട് പോയാൽ ഇങ്ങനെ ശരിയാവാ. അല്ല, ഞാൻ തീർത്തിട്ട് എന്തായാലും വരും. ചേച്ചീന്റെ അടുക്കാണ് മുങ്ങാൻ എനിക്കതോട് താല്പര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ നാളെ തന്നെ വരും. അല്ല നീ ഇന്നിങ്ങ് വാ, ഒരു കാര്യം എന്താ? ഇന്ന് വന്നാൽ നടക്കൂല ചേച്ചി, അത് ഞാൻ അവിടെ പറഞ്ഞു പോയില്ലേ, അതുകൊണ്ടല്ലേ. അല്ല പിന്നെ നീ ഇന്നിങ്ങ് വന്നിട്ട് ഇന്ന് മാത്രം വന്നാൽ മതി. ഇന്ന് വന്നാല് പിന്നെ ഞാൻ ചേച്ചീന്റെ പണി തീരാണ്ട് ഞാൻ എടി പോക്കുണ്ടാവൂല, അതാ അവസ്ഥ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇന്നലെ പിന്നെ ഈ മുണ്ട മാടിക്കുത്തി പണിയെടുത്തിട്ടില്ലേ, മടക്കി കുത്തിയിട്ട് അപ്പൊ മടങ്ങി പണിയെടുത്ത് എന്ന് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താ ആഗ്രഹം ചേച്ചി? നിന്നോട് പറയണമെന്ന് വിചാരിച്ചാണ്. നീ എന്ത് വിചാരിക്കും വിചാരിച്ചിട്ട് ഞാനൊന്നും പറയാണ്ടു. അത് ചേച്ചിക്ക് എന്നോട് എന്ത് വേണ്ടിക്കും പറഞ്ഞൂടെ? നീ എനിക്കത് സാധിച്ചിരുന്നു. അതെന്താഗ്രഹം പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി. അതല്ലേ എന്നോട് ഇന്ന് വരാൻ പറയുന്നു. അത് ഞാൻ അറിയില്ലല്ലോ. ഞാൻ താത്തന്റെ അടുത്ത് ഇന്ന് വരാന്നും പറഞ്ഞു പോയി. താത്തന്റെ അടുത്ത് ഇനിയും വലിയ ദിവസം. അല്ല, എന്ത് കാര്യം ഞാൻ സാധിച്ചു തരണ്ടേ? അത് ഞാൻ നിന്നോട് പറഞ്ഞാൽ അത് ചെയ്തു തരും. ചെയ്തു തരുമൊക്കെ ചെയ്യും. ഞാൻ ചേച്ചീന്റെ അടുത്ത് പണിക്ക് നാളെ വന്നതിന് ഞാൻ കുറെ തീരുന്നേരം പോകൂലെന്ന് പറഞ്ഞത്. അതിപ്പം ചേച്ചി ഇങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അല്ല ഞാൻ ഉദ്ദേശിച്ചതാണ്. ചേച്ചി എന്തിനാ ഞാൻ ഇത് പണിക്ക് വരുന്നത്? ചേച്ചി എപ്പോ അങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്റെ മുമ്പിൽ വന്നിട്ട് എന്തിനാ ഇങ്ങനെ മീന് കഴുകുന്നതും മുറിക്കുന്നതൊക്കെ? എന്താണ് എനിക്കെന്നാ തോന്നിയേ? തോന്നിയതൊന്നും പറയാൻ പറ്റൂല ചേച്ചി. വീട്ടിൽ നിന്ന് നേരം എനിക്ക് പറമ്പത്തുനിന്ന് പണിയെടുക്കാൻ കഴിയുന്നില്ല ചേച്ചി. ചേച്ചി എന്തിനാ ഇങ്ങനെ ഇങ്ങനെയാണോ സാധാരണ മീനെല്ലാം മുറിക്കുന്നത്? മീന് മുറിക്കുമ്പോഴല്ലോ ചേച്ചീന്റെ ഭാഗം നോക്കാനേ പറ്റില്ലല്ലോ, എല്ലാം പുറത്താണല്ലോ. സാധാരണ ഇങ്ങനെയൊന്നല്ല. പിന്നെന്തിനാ? നിന്നെ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു തോന്നി, അതുകൊണ്ടാ. ചേച്ചി ഇത് എന്നെ കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്യുമ്പോൾ തോന്നിയോണ്ടാണ് ഞാൻ ചോദിച്ചത്. സത്യം പറഞ്ഞ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ആമയെ താത്താനടുത്ത് പോകാന്ന് വിചാരിച്ചു. ഇന്നും കൂടി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും ചേച്ചി എന്റെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നിയതിന് പിന്നെ അങ്ങനെ അടിച്ചു വരുമ്പോ എന്റെ അടുത്ത് എത്തുമ്പോ ചേച്ചി ഒരു പ്രത്യേക രീതിയിലാണ് അടിച്ചു വരുകയൊക്കെ ചെയ്യുന്നത്. എല്ലാം ഞാനുള്ള ഭാഗം നോക്കിയിട്ട് അങ്ങനെ പോകുന്നതാണ് വിചാരിച്ചത്. ഞാൻ കുറച്ച് അങ്ങനെയുള്ളത് ഇപ്പൊ തന്നെ മാക്സിമല്ല. അത് നല്ല നെയ്യ് എനിക്കുള്ള മാക്സി. ഇവിടെ നിന്ന് ഇങ്ങനെ പശു നെയ്യിൽ മുക്കിയ പോലത്തെ കിട്ടുന്നു. അത് നിന്നെ കണ്ടപ്പോ ഞാൻ അങ്ങനത്തെ ഡ്രസ് ഇട്ടതാ. എന്താ അല്ല, ഇത് ഒന്നും വിചാരിക്കറേ, ഇത് എനിക്ക് തോന്നിയതാണേ. ചേച്ചിക്ക് ഇത്രയൊക്കെ വയസ്സായില്ലേ, എന്നിട്ടും എന്തായാലും 10-40 വയസ്സില്ലേ, ഇതെല്ലാം ഇന്ന് ഇങ്ങനെ ഇത്ര പണത്തിൽ തള്ളി നിൽക്കുന്നു. തള്ളി നിൽക്കുന്നത് ഇവിടെ ഒരാളുണ്ട്, കൊണ്ടൊന്നും പറ്റുന്നില്ല, പണിയെടുക്കാനേ പറ്റുന്നില്ല. ഒന്നും ആകുന്നില്ല. അതെന്താ ഇങ്ങനെയൊക്കെ കാണുമ്പോ വീട്ടില് തെങ്ങിന്റെ പണിയെടുക്കാൻ പോകുന്ന എനക്ക് ആടെ എന്തും ചെയ്യാൻ കഴിയണ്ടേ ചേച്ചിനെ കണ്ടിട്ട്? അല്ല, വീട്ടിലുള്ള അവര് കുറച്ച് കുടിയുണ്ട്. അപ്പൊ അയാളെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ. നിന്നെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഒന്ന് സാധിപ്പിച്ചെടുക്കാന്ന്.
ചേച്ചി പറഞ്ഞാ ഞാൻ റെഡിയല്ലേ, എന്നാ ഇന്നലെയും ഞാത്തെല്ലാം പറഞ്ഞൂടെ. അല്ല നീ പണിയെടുക്കുന്ന കണ്ടപ്പോ നിന്റെ ശരീരമോ ആ കൊച്ചിങ്ങനെ പണിയെടുക്കുമ്പോഴുള്ള ആ മടങ്ങിയിട്ട് പണിയെടുക്കുമ്പോഴുള്ള ശരീരം ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ചെറിയൊരു ഉറക്കം തട്ടിയോണ്ടിരുണ്ട്. അല്ല ചേച്ചി ശരിക്കും കളിക്കലില്ലേ? കളിയൊന്നുമില്ല അപ്പൊ? എനിക്ക് കളിക്കാൻ പറ്റിയ ആളെ കിട്ടണ്ടത്. അതാണ് അല്ലേ. അതിങ്ങനെ ശരിക്ക് ആ പൊന്തിക്കുന്നെല്ലാം കളിച്ച് ഉടച്ച് ഇതാക്കണ്ടേ. നീ സാധിച്ചു തരുമോ? അതിനാണോ ചേച്ചി പറയാണ്ടെന്ന് പറഞ്ഞത്? നീ ഇന്ന് വരുമോ? ഞാൻ ഇന്നലെ പറഞ്ഞൂടെ ചേച്ചി, ഞാൻ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അതല്ല ചേച്ചിയോടെ ഞാൻ ഇടക്കിടക്ക് വെള്ളത്തിനും ചോദിക്കുന്നത്. ചേച്ചി വെള്ളം കൊണ്ട് തരുമ്പോ അടുത്തുനിന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. അല്ല നീ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എങ്കില് എനിക്ക് പറയാനൊരു എന്തോ ഒരു ചമ്മൽ നിന്നോട്. ഇപ്പൊ പറഞ്ഞില്ല, എന്നാ ഇന്നലെ പറഞ്ഞില്ലെങ്കില് എങ്ങനെ എടുക്കും നമുക്കറിയില്ലല്ലോ. നേരോ ദാസേട്ടൻ വരുമൊന്നുമില്ലല്ലോ. അങ്ങനെ വൈകുന്നേരം സന്ധ്യയാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരെ. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കണ്ടിട്ട് പിന്നെ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് വരാം. അല്ല നീ പിന്നെ പിന്നെ അവിടെ പണിയും കഴിഞ്ഞിട്ട് വരുമ്പോ ഇതില് വരുമോ? അത് വേണ്ട ചേച്ചി, ആടെ പണിക്ക് പോയിട്ട് വരുമ്പോ പിന്നെ എല്ലാം മുഷിഞ്ഞ് വേർത്തിട്ടൊക്കെ ഉണ്ടാവും. പണി ഡ്രസ്സോടെയല്ലേ വരുവോ മോൻ ചെയ്യുന്നു? അത് കാര്യമില്ല. അല്ല അത് വേണ്ട, അത് വൈകുന്നേരല്ലേ. ഞാൻ എന്നാല് രാവിലെ വാ. ഇന്ന് രാവിലെ വന്നാല് എന്നിട്ട് രാവിലെ ഞാൻ പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞ ഈ കളിയൊന്നും കഴിഞ്ഞാൽ പിന്നെ പറമ്പത്തെ പണിയൊന്നും നടക്കൂല കേട്ടോ. ലീവാക്കണ്ടി. അന്നേരം പണി തീർന്നിട്ട് കാണാണ്ടിരിക്കുമ്പോ ദാസാട്ടൻ ചോദിക്കൂലേ വന്നിട്ട് പണി നടന്നിട്ടില്ലേ? ദാസാട്ടൻ ഇതെല്ലാം നോക്കാനായിട്ട് ദാസാട്ടന്റെ കാര്യം ഇന്ന് രാവിലെ ഇങ്ങോട്ട് വാ. എനിക്ക് എന്തോ ഒരു പോലെ എന്തോ ഒരു പറയില്ലേ. അതില്ലേ നന്നായിട്ട് കളിക്കായിട്ടാ. നന്നായിട്ട് കളിച്ചാല് നല്ലതായിരിക്കും മനസ്സിന്. വല്ലതും കളിക്കണ്ടേ, അതുകൊണ്ടല്ലേ നന്നായിട്ട് കളിച്ചാല്. അതന്നെയാണ് കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു ഇതുണ്ട്. ഇന്ന് ഞാന് ആമിന താത്താനെ വിളിച്ചിട്ട് ഞാൻ അന്നേരം നാളെ അവിടെ പോവാൻ കഴിയാൻ നേരം എനിക്ക് നാളെ പോയിക്കോട്ടെ. എന്നാല് എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ പോരെ? അങ്ങനെ വന്നോണ്ട് നീ ഇന്ന് വന്നിട്ട് നാളെ ഇന്ന് ഞാൻ പണി ഡ്രസ് പണിക്ക് വരുമ്പോഴല്ല വരാം. അങ്ങനെ വന്നോ? ഞാൻ സ്പ്രേയിൽ അടിച്ചിട്ട് വരാം. ചേച്ചിക്ക് എന്റെ വേർപ്പൊന്നും നാറുണ്ടല്ലോ. വേർപ്പ് മാത്രമൊന്നും പാടില്ല. എന്തായാലും വേർക്കും നേരം കളിക്കുമ്പോ വേർക്കൂലേ. വന്നാ മതി. എന്നാ ഉച്ചപ്പണിയാന്ന് വിചാരിച്ചോട്ടെ. ഞാൻ ഉച്ചക്ക് പോവാല്ലേ? ഉച്ചക്ക് പോകുന്നില്ലെങ്കിലും വൈകുന്നേരം ആയാലും സാരമില്ല. എന്നാ പിന്നെ ഇന്നത്തെ പണി അകത്താക്കല്ലേ? അകത്തെ പണി ഞാൻ കാത്തിക്കേ. എന്നാ എന്തായാലും വരും. ഞാൻ വിചാരിച്ചു ഇന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് ആമിന താത്താൻ്റെ അടുത്ത് പോവാന്നാ വിചാരിച്ചത്. ഇതൊരിക്കലും ഞാൻ വിചാരിച്ചില്ല ചേച്ചി ഇങ്ങനെ വിളിക്കുന്ന കാര്യം. ഞാൻ സത്യം പറഞ്ഞില്ലേ, ചേച്ചിനെ കണ്ട് ഇങ്ങനെ കാണുന്നേക്കും. ഒന്ന് കളിക്കാൻ പറ്റിയെങ്കിലും കളിക്കാൻ പറ്റിയ നമുക്കിതിങ്ങനെ വിചാരിക്കാനല്ലേ പറ്റൂ. തീർക്കണ്ടേ?
പണിക്ക് വന്നിട്ടാകുമ്പോ വീട്ടിൽ പോയാല് ഉറക്കം വരൂല, മനസ്സിലെല്ലാം ചേച്ചിയായിരിക്കും. അതെന്തായാലും ഇന്ന് തീർക്കാലോ അല്ലേ? ഇനി തീർക്കാനേ സമയം ഉണ്ടാവും.